ചെയ്യുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം നമുക്ക് തന്ന അവസരത്തിനായി കർത്താവിന് സ്തോത്രം കരയറ്റുന്നു. നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തെ നാളുകളിലേക്ക് എത്തിയിരിക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ, നടത്തിയ വഴികൾ, ദൈവത്തിൻ്റെ ദാനങ്ങൾ, എണ്ണമറ്റ കൃപകൾ എല്ലാം നമുക്ക് ധ്യാനിപ്പാനുണ്ട്. കർത്താവ് നടത്തിയതിനാലാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. കർത്താവ് നമ്മളെ സൂക്ഷിച്ചതിനാലാണ് നാം സുരക്ഷിതരായിരിക്കുന്നത്. അവൻ നൽകിയതിനാലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ ദാനങ്ങൾക്കും നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഇന്ന് പൽക്കാലം വീണ്ടും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം ഇടയാക്കി. നമ്മുടെ പാസ്റ്റർ കുടുംബം ഇവിടെ ഇല്ല, നമുക്കറിയാം. കോട്ടയത്ത് വരെ പോയിരിക്കുന്നു. ദൈവം അവരുടെ പ്രിയമുള്ളവരുടെ ശുശ്രൂഷയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കുന്നത്, ഇനി ഉള്ള 2-3 ദിവസക്കാലം, 2-3 ആഴ്ചകളിൽ നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ, യേശു കർത്താവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. അതിൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ തേടുന്നവർക്ക് അവനെ പരിചയപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. ക്രിസ്തുവിനെ തേടുന്നവർക്ക് അവനെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ടൈറ്റിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ഷെയറിങ് ക്രൈസ്റ്റ് ടു ദോസ് എൻക്വയറിങ് മൈൻഡ്സ്. ഷെയറിങ് ക്രൈസ്റ്റ് ടു എൻക്വയറിങ് മൈൻഡ്സ്. ക്രിസ്തുവിനെ തേടുന്ന ആളുകൾക്ക് അവരെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ തേടുന്നവർക്ക് അവനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാം അടിസ്ഥാനം ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതവും വിശ്വാസവുമാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ആത്യന്തിക നിയോഗം എന്ന് പറയുന്നതും കർത്താവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ലോകത്തിൻ്റെ രക്ഷയും ലോകത്തിൻ്റെ വിടുതലും ലോകത്തിൻ്റെ മാറ്റവും എല്ലാം കർത്താവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ അറിയുന്നതിലൂടെയാണ് സമൂഹങ്ങൾ മാറ്റപ്പെടുന്നത്. ക്രിസ്തുവിലുള്ള അറിവ് കുറയുമ്പോഴാണ് സമൂഹത്തിന് മൂല്യശോഷണം ഉണ്ടാകുന്നത്. അതിപ്പം മതം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ലോകത്തിൻ്റെ ചരിത്രത്തെ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ, ഈവൻ നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തെ നമ്മൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നല്ലൊരു പിക്ചറുണ്ട്. ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ പറ്റിയുള്ള അറിവാണ് സമൂഹത്തിൽ മൂല്യബോധങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവാണ് ആ സമൂഹത്തിന് കൂടുതൽ വിശാല മാനവികത കൊണ്ടുവരുന്നത്. ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളുടെ ആകത്തുകയാണ് സമൂഹത്തിൽ സ്നേഹവും സമാധാനവും സ്വസ്ഥതയും നിലനിർത്തുന്നത്. ആ പാഠങ്ങളും ആ മൂല്യങ്ങളും സമൂഹത്തിൽ നിന്ന് പതുക്കെ മാറുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വഴക്കുകളും ഭിന്നതകളും വെറുപ്പുകളും വിദ്വേഷങ്ങളും വർദ്ധിക്കും. കർത്താവ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ വലിയ, അല്ലെങ്കിൽ കർത്താവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടുള്ള ദൈവികമായ ആ നിലവാരങ്ങൾ, ആ ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മൾ നേരിടുന്ന വലിയൊരു ക്രൈസിസാണ്, വലിയൊരു അപകടത്തെ നമ്മൾ നേരിടുന്നത്. അപകടം ചെറുതല്ല. അതിൻ്റെ ഒത്തിരി ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് കാണണമെങ്കിൽ ഇപ്പോൾ ഒരു 40-45 വയസ്സിന് മേലുള്ള ആൾക്ക് ആ വ്യത്യാസം നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ കാണാൻ കഴിയും. എത്രത്തോളം നമ്മുടെ സമൂഹങ്ങളുടെ സ്വസ്ഥതകൾ, ആ പരസ്പരമുള്ള ആ ബന്ധങ്ങളുടെ ആഴം, അതൊക്കെ എത്രത്തോളം ഭിന്നമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം നാം പലപ്പോഴും കടന്നു പോകുന്ന പാഠങ്ങൾ, മൂല്യങ്ങളൊക്കെ ഈ യോജിപ്പിക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന പലതും ഇപ്പോഴൊക്കെ ഭിന്നിപ്പിക്കുന്നതും വെറുപ്പുളവാക്കുന്നതും അങ്ങനെയുള്ള ആശയങ്ങളുടെ വലിയൊരു കുത്തൊഴുക്കിൽപ്പെട്ടു പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് നമുക്ക് വലിയൊരു നിയോഗമുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. ക്രിസ്തുവിനെ തേടുന്ന മനുഷ്യർക്ക് അവനെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജോലിയാണ്. ഈ നാട്ടിൽ എവിടെയെങ്കിലും നല്ല ഭക്ഷണം കിട്ടുന്നൊരു ഹോട്ടലുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, അടൂരിലെ ഈ ബൈപ്പാസ് ഇപ്പോൾ
ലോകത്ത് മുഴുവൻ പരിചിതമാണ്. അറ്റ്ലീസ്റ്റ് കേരളത്തിലെ മലയാളികൾക്കെങ്കിലും. ഞാൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്നറിയോ, ഇവിടെയുള്ള അത്രയും ഹോട്ടലുകൾ, ഭക്ഷണ സൗകര്യമുള്ള സ്ഥലം വേറെ ഇല്ല ഈ അടുത്ത് കേരളത്തിലെവിടെയും. ബൈപ്പാസുകളിൽ അത്രയും പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഇടമാണിത്. ഇതെങ്ങനെ ഈ പറഞ്ഞു പോകുന്നത്? ആളുകൾ പറഞ്ഞു പോകുന്നത്. ഇവരാരും പരസ്യം കൊടുക്കുന്നതല്ല. അവിടെ പോയി ഭക്ഷണം കഴിച്ചവരൊക്കെ വീഡിയോ ഒക്കെ ഇടുകയും പരസ്പരം പറയുകയൊക്കെ ചെയ്തത് ഇങ്ങനെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റും ഉള്ള ആളുകളോട് നമ്മളിലുള്ള നന്മ, നമുക്ക് ലഭിച്ച സന്തോഷങ്ങൾ പറയുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു സ്വാഭാവികത നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കർത്താവിനെ തേടുന്ന മനുഷ്യരിലേക്ക് അവനെ എങ്ങനെ നമുക്ക് പരിചയപ്പെടുത്താം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഒരു കടമയാണ്. ക്രിസ്തുവിനെ തേടുന്നവരുണ്ടോ? ഉണ്ട്, എല്ലാ കാലത്തുമുണ്ട്. സമാധാനം എന്ന രൂപത്തിലായിരിക്കും ചിലർ അന്വേഷിക്കുന്നത്. ചിലർ അന്വേഷിക്കുന്നത് സ്നേഹം എന്ന അർത്ഥത്തിലായിരിക്കും. ചിലർ അന്വേഷിക്കുന്നത് സൗഖ്യം എന്ന നിലയ്ക്കായിരിക്കും. ചിലർ അന്വേഷിക്കുന്ന കുടുംബത്തിൻ്റെ ഒരു സ്വസ്ഥത നിലയ്ക്ക്. ചിലർക്ക് കടഭാരത്തിൽ നിന്നുള്ള ഒരു മാറ്റം എന്ന നിലയ്ക്കായിരിക്കും. ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന പലരും പല രൂപത്തിലാണ് അന്വേഷിക്കുന്നത്. അവൻ്റെ മോചനം, ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്, വിടുതലാണ്. അവൻ വിടുവിക്കാൻ വന്നവനാണ്, രക്ഷിക്കാൻ, വീണ്ടെടുക്കാൻ വന്നവനാണ്. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, നഷ്ടങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാൻ വന്നവനാണ്. അതുകൊണ്ട് മനുഷ്യർ ചിലപ്പോൾ എനിക്ക് ക്രിസ്തുവിനെ തായെന്ന് നമ്മളോട് പറഞ്ഞില്ലെന്ന് വന്നേക്കാം, ദൈവത്തെ കാണിച്ച എന്ന് പറഞ്ഞില്ലെന്ന് വന്നേക്കാം. പക്ഷെ അവർ ചോദിക്കും ചിലപ്പം, എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാനിങ്ങനൊരു പ്രതിസന്ധിയിൽ കടന്നു പോകുന്നു, അങ്ങനെ ആയിരിക്കും അവർ പറയുക. പക്ഷെ അവരന്വേഷിക്കുന്ന ആരെയാണെന്നറിയാമോ? അവരിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനെയാണ്. അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത്. എനിക്കൊരു അസുഖം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നവരെന്നാ പറയുന്നത്? അടുത്തൊരു നല്ല ഡോക്ടറുണ്ട്, അങ്ങനെയല്ലേ പറയുക? അങ്ങനെയാണ് പറയുന്നത്. എനിക്കൊരു ശരീരത്തിന് പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മറുപടി പറയുന്നത് എന്താണ്? അടുത്തൊരു നല്ല ഡോക്ടറുണ്ട്, ഇന്ന ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റലാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആളുകൾ നമ്മളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ക്രിസ്തുവിനെ തേടുന്നവർ സാധാരണ പറയുന്ന വാക്കുകൾ എനിക്ക് ക്രിസ്തുവിനെ കാണിച്ചു തരിക എന്നായിരിക്കില്ല പറയുക. എനിക്കിങ്ങനെയൊരു പ്രയാസമുണ്ട്, എനിക്കിങ്ങനെയൊരു പ്രതിസന്ധിയുണ്ട്, എനിക്കിങ്ങനെയൊരു വിഷമമുണ്ട്, ഞാൻ ഇങ്ങനൊരു കാര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നായിരിക്കും പറയുക. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? അവർക്ക് ക്രിസ്തുവിനെ ആവശ്യമുണ്ട്. ക്രിസ്തു മാത്രമേ അവനെ പരിഹരിക്കാൻ, കർത്താവിന് മാത്രമേ അവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ക്രിസ്തുവിനെ തേടുന്നവരിലേക്ക് നമുക്ക് കർത്താവിനെ പറയാനായിട്ട് കഴിയുക. നമുക്ക് അതിനൊരു ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാനിത് ഇന്നത്തെ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 26 തൊട്ട് 35 വരെയുള്ള ദീർഘമായ വാക്യങ്ങളാണ്. അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. വായിച്ചാൽ നല്ലത് തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസ്സയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കനൻക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണം എന്നപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്: അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്രിക്കുന്നവന് മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നത്
എന്തു വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. മതി മതി മതി. ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡനായ ഒരു വലിയ മനുഷ്യൻ, വലിയൊരു മേൽവിചാരകനായ ഒരു എക്സിക്യൂട്ടീവ് പവറുള്ള ഒരാൾ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ, അവർ തമ്മിലുള്ള ഒരു ഇടപെടലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം കയ്യിലുണ്ടെങ്കിലും വായിക്കുന്നുണ്ടെങ്കിലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ് ഈ എത്യോപ്യനായ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം വളരെ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിലേക്ക് ദൈവം ഉപയോഗിക്കുന്നത് ഫിലിപ്പോസിനെയാണ്. ഫിലിപ്പോസ് ഒരു സുവിശേഷകനാണെന്നാണ് നമ്മൾ വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മറ്റുള്ളവരുടെ അപ്പോസ്തലൻ എന്ന് പറയുമ്പോഴും ഇവിടെ സുവിശേഷൻ എന്ന് വ്യക്തമായി പറയുന്ന ഒരാളാണ്. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട് ഫിലിപ്പോസ് എന്ന സുവിശേഷൻ. അപ്പം ഈ സുവിശേഷാത്മാവ്, സുവിശേഷം പറയാനുള്ള ആ ഒരു വലിയ മനസ്സുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അദ്ദേഹം ഒരു നല്ല ഒരു മോഡലാണ് സുവിശേഷവുമായി ബന്ധപ്പെട്ട്, കർത്താവിനെ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇദ്ദേഹം എല്ലായിടത്തും വലിയ ആത്മനിറവിൽ പ്രവർത്തിക്കുന്ന ആളല്ല. ഈ 8-ാം അധ്യായം തുടക്കത്തിലൊക്കെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ അദ്ദേഹം സുവിശേഷം പങ്കുവെക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ അത്രത്തോളം അദ്ദേഹം ഇൻവോൾവ് ചെയ്ത ഒരാളല്ല, നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പോസിനോട് ചേർന്ന് നിന്ന് ശമരിയ പട്ടണത്തിൽ അദ്ദേഹം സുവിശേഷം അറിയിക്കുമ്പോൾ ഫിലിപ്പോസിനോട് ചേർന്ന് നിന്ന് ശിമോൻ എന്നു പേരുള്ള ഒരു മന്ത്രവാദിയായിരുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് പത്രോസ് വന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വരുമ്പോഴാണ് സത്യത്തിൽ ഈ ശിമോൻ ആരാന്ന് തെളിഞ്ഞു വരുന്നത്. അങ്ങനെ വേറൊരു തലം കൂടെ ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയിലുണ്ട്. അദ്ദേഹം സുവിശേഷം പങ്കുവെക്കുന്നതിൽ അദ്വിതീയനാണ്. കർത്താവിനെ പറഞ്ഞു കൊടുക്കുന്നതിൽ, കർത്താവിനെ ഷെയർ ചെയ്യുന്നതിൽ, കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിൽ വളരെ ഉത്സാഹമുള്ള മനുഷ്യനാണ്. അങ്ങനെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും. പക്ഷേ അപ്പോസ്തലന്മാർ ചെയ്യുന്ന അത്തരത്തിലുള്ള ആത്മാവിൻ്റെ പ്രവൃത്തികളിൽ അദ്ദേഹം അത്രമാത്രം നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ വ്യത്യസ്തമായ ആത്മാവിൻ്റെ പ്രവൃത്തി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇദ്ദേഹവും ഈ ഷണ്ഡനുമായി, അല്ലെങ്കിൽ ഷണ്ഡൻ എന്നുള്ള പേരില്ലാത്ത നമ്മൾ ആ പേര് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഈ ഇദ്ദേഹവുമായിട്ടുള്ള ഈ കൺവെർസേഷൻ, അവർ തമ്മിലുള്ള ഈ സംസാരത്തിനകത്ത് വളരെ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നമ്മൾ കാണുന്നത്. വലിയ അസാധാരണമായ ദൈവപ്രവൃത്തി. നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് ഈ മനുഷ്യരിലൂടെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രിസ്തു ആദ്യം പരിചയപ്പെടുത്തപ്പെടുന്നത്, ക്രിസ്തു ആദ്യം ചെല്ലുന്നത്. അപ്പോൾ ഈ ഫിലിപ്പോസിനെ ഈ ഒരു വ്യക്തിയിലേക്ക് അയക്കുന്ന വഴി ദൈവാത്മാവ് ആഗ്രഹിച്ചത് എന്താണ്? ഒരു ഭൂഖണ്ഡത്തിന് വേണ്ടിയുള്ള സുവിശേഷത്തെയാണ് അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മളിലൂടെ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യത്തിലൂടെ ഒരാളോട് കർത്താവിനെ പറ്റി പരിചയപ്പെടുത്തുന്നതിലൂടെ ചെറിയൊരു കാര്യമല്ല ചിലപ്പോൾ സംഭവിക്കുന്നത്. ഒരു പക്ഷേ നമ്മളൊരു പത്രോസിനെ പോലെ 3000 പേരുടെ ഒരു പ്രസംഗം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു വരില്ല. ഹല്ലേലൂയ. രണ്ട് കൂടെ ഉണ്ടല്ലോ അല്ലേ? പത്രോസൊക്കെ പ്രസംഗിക്കുമ്പോൾ 3000 പേരൊക്കെയാണ് സ്നാനപ്പെടുന്നത്. ആ പ്രക്രിയ ഇവിടെ നടന്നെന്ന് വരില്ല. അതുകൊണ്ട് നമ്മളോർക്കും നമ്മൾ ഏറ്റവും ചെറുതാണെന്ന് നമുക്ക് തോന്നിയേക്കാം, നമ്മൾ അപ്രസക്തമാണെന്നൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും. പക്ഷേ ഫിലിപ്പോസിലൂടെ സംഭവിക്കുന്ന വ്യത്യസ്തമായൊരു കാര്യമാണ്. ഒരു വലിയ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നയാളാണ് ഇവിടെ ഫിലിപ്പോസ്. ഈ ഫിലിപ്പോസ് എങ്ങനെയാണ് ദൈവത്താൽ അവിടെ നിയോഗിക്കപ്പെട്ടത് എന്നൊരു വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നമുക്ക്. അതിലേക്ക് ഒരു 3-4 കാര്യങ്ങൾ ഞാൻ അതിനകത്ത് കണ്ടെത്തി ഞാനത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളവിടെ വായിക്കുമ്പോൾ 27-ാമത്തെ വാക്യത്തിലാണ് ഒന്നാമത്തെ കാര്യം. എങ്ങനെയാണ് ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിച്ചതിൻ്റെ ആ ഒരു സീക്വൻസ്, ദൈവം ഉപയോഗിച്ച രീതിയുടെ ഒരു 2-3 പാഠങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്ന്, അദ്ദേഹം ചെയ്തത് പുറപ്പെടാൻ തയ്യാറായി.
ദൈവം അദ്ദേഹത്തോട് പറയുന്നത് 27-ാം വാക്യത്തിൽ പറയുന്നതാണ്, ഇല്ല 26 തൊട്ടുണ്ടത്. നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോവുക. അല്ലേ? 27-ാം വാക്യം എങ്ങനെ വായിക്കുന്നത്? അവൻ പുറപ്പെട്ടു, ഹി സ്റ്റാർട്ടഡ് ഔട്ട്. അങ്ങനെ ഒരു പദപ്രയോഗം, പുറപ്പെടുക. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മിനിസ്ട്രി എവിടെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? ശമരിയ പട്ടണങ്ങളിൽ നടന്നിട്ട് അവർ മടങ്ങി യെരൂശലേമിലേക്ക് വരികയൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഈ ജനക്കൂട്ടത്തിനിടയിൽ പ്രസംഗവും മിനിസ്ട്രിയും കാര്യങ്ങളെല്ലാം നടക്കുമ്പം ദൈവം ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്, നീ പുറപ്പെട്ട് നിർജ്ജനമായ ഒരു വഴിയിലേക്ക് പോവുക. ആളില്ലാത്ത, അധികം ആളുകളില്ലാത്ത ഈ യെരൂശലേമിൽ നിന്ന് ഗസയിലേക്കുള്ള വഴി 50 കിലോമീറ്റർ ഞാനിങ്ങനെ വായിച്ചു. ആയിരിക്കാം, എത്രത്തോളം ഇപ്പോൾ എത്രയും നമുക്കില്ല, ഗാസയൊക്കെ നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളാണല്ലോ ഇപ്പോൾ. അപ്പോൾ എത്ര കിലോമീറ്റർ കൃത്യം എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ ഞാനിങ്ങനെ വായിച്ചു. നോക്കുക, ഈ വഴി, നിർജ്ജനമായ വഴിയിൽ പോകാനായിട്ട് ഇദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ആവശ്യപ്പെടുന്നു. ദൈവദൂതൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് അദ്ദേഹം പുറപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. ഹല്ലേലൂയ. അസാധാരണമായൊരു ആവശ്യപ്പെടൽ അവിടെ നടക്കുന്നത്. എല്ലാവരും കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്ന സന്തോഷമാണ്. എല്ലാവരും കൂട്ടമായി പോകുന്നതും ഒക്കെ ഒരു ബലം നൽകുന്നൊരു കാര്യമാണ്. എല്ലാവരും ഒരുമിച്ച് ഒന്നിനോ തോളോട് തോൾ ചേർന്ന് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്, നീ പുറപ്പെടുക, നീ പോവുക. അല്ലേ? സഭയായിട്ട് നമുക്കൊരു പരസ്യത്തിന് പോകാനായിട്ട് നമുക്കൊരു സന്തോഷം നാച്ചുറലായിരിക്കും. എല്ലാവരും കൂടിച്ചേരാൻ സന്തോഷമായിരിക്കാം. ഒരു സെലിബ്രേഷനാവാൻ നമുക്ക് സന്തോഷമായിരിക്കാം. വ്യത്യസ്തമായിട്ട് ദൈവാത്മാവ് നമ്മളോട് പറയുക, നീ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തേക്ക്, വലിയ ആൾക്കൂട്ടമില്ലാത്തയിടത്തേക്ക്, ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരിടത്തേക്ക് നിന്നോട് പോകാൻ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. അവിടെ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും കർത്താവിനോട്? നമ്മുടെ സേഫായ സ്ഥലങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോവുക, ദൈവാത്മാവിൻ്റെ സ്വരം മാത്രം കേട്ടിട്ട്, കർത്താവ് പറയുന്നത് മാത്രം അനുസരിച്ച്. നമുക്ക് ചോദ്യങ്ങളുണ്ടാവും ചിലപ്പോൾ. കർത്താവ്, അവിടെ ഒരു മനുഷ്യനില്ല ആ സ്ഥലത്ത്, ഞാനതിൽ പോയിട്ടുള്ളതാണ്. അവിടെ ഒരു മനുഷ്യന് നടക്കുന്നില്ല. വല്ലപ്പോഴും വല്ലവരൊക്കെ വല്ല കുതിരവണ്ടിയിലൊക്കെ വന്നാലായി. അതൊരു ഒരു വിജനമായ ഇടമാണ്. വിജനമായ ഇടത്തേക്ക് ഞാനിതിന് അങ്ങനെയല്ല എഴുതിയേക്കുന്നത്, നിർജ്ജനമായ വഴിയിലേക്ക്, ആളില്ലാത്തടത്തേക്ക്. നിർജ്ജനമായ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു സാധനം നിലവിലില്ല. അവിടേക്ക് നിങ്ങളെ സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ എന്ത് തോന്നും? എന്ന് പറഞ്ഞ പോലെയല്ലേ നിർജ്ജനമായ സ്ഥലത്തേക്ക്, ആൾപ്പാർപ്പില്ലാത്തടത്തേക്ക് സുവിശേഷം പറയാൻ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അവിടെ നമുക്കൊരു വലിയ കാര്യം ആവശ്യമുണ്ട്. കർത്താവ് പറയുന്നതിനെ അനുസരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ആവശ്യമുണ്ട്. വെറുതെ അനുസരിക്കാൻ പറ്റില്ല. കർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അനുസരിക്കാൻ പറ്റുള്ളൂ. ഇല്ലേ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും? ചോദ്യങ്ങളുണ്ടാവും. ഇദ്ദേഹം ആരാ ആളെന്നറിയോ? ഇദ്ദേഹം ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ ഫിലിപ്പ് എന്നുള്ള പേര് കേട്ടാൽ തന്നെ എന്നറിയാം അദ്ദേഹം ആരാണ്. ഒരു യവന പശ്ചാത്തലമുള്ള ആളാണ്. അപ്പോൾ ചിന്തകൾ, ബുദ്ധി, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ ഇതെല്ലാം അവരുടെ ഒരു നേച്ചറാണ്. ഈ ഫിലിപ്പോസാണ് ചോദിച്ചത് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി ചോദ്യം. ഇതുകൊണ്ട് നമ്മുടെ കയ്യിൽ കാര്യം നടക്കില്ലല്ലോ. പ്രാക്ടിക്കൽ ചിന്തിക്കുന്ന ആളാണ് അദ്ദേഹം. ഇത്തരം കാര്യം കൊണ്ട് ഇത്ര പേരെ ആർക്ക് ഫീഡ് ചെയ്യാൻ പറ്റും? 5000 പേരെ പോഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ് അദ്ദേഹം. സംശയങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കുന്ന ആളാണ്. പക്ഷേ ഈ മനുഷ്യൻ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അസാധാരണമായി ദൈവപ്രവൃത്തി അതിന് മുമ്പ് തന്നെ കണ്ടു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ശമര്യരുടെ ഇറങ്ങിയത് പുള്ളി കണ്ടു കഴിഞ്ഞു. ശമര്യ പട്ടണങ്ങളിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു പക്ഷേ കർത്താവിനെ അനുസരിക്കുന്നതിനപ്പുറത്തേക്കൊന്നും ചോദ്യങ്ങളില്ലാത്ത മനുഷ്യനെ അദ്ദേഹം മാറിക്കാണണം. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചോദ്യങ്ങളുള്ള ആൾ ഇപ്പോൾ ചോദ്യങ്ങളില്ലാതായി മാറിയിട്ട് അനുസരിക്കുക എന്നുള്ള തലത്തിൽ. കാരണം ആത്മാവിൻ്റെ പ്രവൃത്തി കണ്ട ഒരാൾക്ക് അനുസരിക്കാൻ എളുപ്പമാണ്. ആത്മാവിൻ്റെ പ്രവൃത്തി അനുഭവിച്ച ഒരാൾക്ക് അനുസരിക്കാൻ എളുപ്പമാണ്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കാണാത്ത ഒരാൾക്ക് ഇതൊരെന്തൊരു പ്രവൃത്തിയാണ്, ഇതൊരു ഇൻ്റലക്ച്വൽ എക്സസൈസായിട്ട് മാത്രം മാറും. ഞാൻ പറയുന്നത് മനസ്സിലായോ? പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കണ്ടതായതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി പോകാൻ പറഞ്ഞാൽ പോവുക. അദ്ദേഹം പുറപ്പെട്ടു പോയി. അവിടെ ചെന്നപ്പോഴാണ്
അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം കാണുകയാണ്. ആരവിടെ വരുന്നത്? ഇതുവരെ അവരിടപെട്ടതിലും വ്യത്യസ്തനായൊരു മനുഷ്യൻ. അദ്ദേഹം എത്യോപ്യനായ മനുഷ്യൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകുന്നു. തേരിലിരുന്ന് പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നു. അങ്ങനെ ഒരു കാഴ്ച. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് അനുസരിച്ചാൽ അസാധ്യമെന്ന് നമ്മൾ തോന്നുന്ന ഇടങ്ങളിൽ ദൈവപ്രവൃത്തിയുടെ സാധ്യതകളുണ്ടാകാം. ആ മനുഷ്യൻ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ വഴിയിൽ അദ്ദേഹത്തോട് നിർത്താനല്ല ദൈവാത്മാവ് പറയുന്നത്, ദൈവത്തെ അനുസരിക്കുന്നതിനോട് അങ്ങോട്ട് പോകാനാണ് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? അദ്ദേഹം തേര് നിർത്തി ഫിലിപ്പോസിൻ്റെ അടുത്ത് പോകാനല്ല ആവശ്യപ്പെടുന്നത്. അദ്ദേഹം തേരിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവിടെ എത്തിപ്പെടാൻ ആവശ്യപ്പെടുന്ന ആരോടാ? ദൈവത്തെ അനുസരിക്കുന്ന, ദൈവാത്മാവിനെ അനുസരിക്കുന്ന ഫിലിപ്പോസിനോടാ. ദൈവം നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. റെയ്നാർഡ് ബോങ്കയെ പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ മിനിസ്റ്റർ ചെയ്തത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ജർമ്മനിക്കാരൻ ഒരാൾ പോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ജർമ്മനിക്കാരൻ്റെ ഒരു സ്വാഭാവിക ബോധം ഞങ്ങൾ ഉയർന്ന ഒരു സമൂഹമാണ് എന്നുള്ളതാണ്. ഞങ്ങൾ ഉയർന്നവരാണ്. ആഫ്രിക്കന് വേണ്ടി ജീവിതം കളയാനായിട്ട് അവന് കഴിയണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പറയാൻ അനുസരിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. എത്രയോ മിഷണറിമാർ ഇവിടെ വന്ന് അവരുടെ ജീവിതം ഇവിടെ തന്നെ ത്യജിച്ചിട്ട് പോയി. എത്രയോ ദൈവഭൃത്തന്മാർ ദൈവവേലയ്ക്ക് വേണ്ടി ഇവിടുന്ന് മറ്റു പലങ്ങളിൽ പോയിട്ട് വടക്കേരിയിലൊക്കെ പോയി അവിടെ തന്നെ അവസാനിച്ചു പോയി. ദൈവം പുറപ്പെടാൻ പറയുമ്പോൾ പുറപ്പെടാൻ മനസ്സുള്ള മനുഷ്യരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും അസാധാരണമായിട്ട്. എത്രയോ പേരുടെ സാക്ഷ്യങ്ങളിലുണ്ട് അസാധാരണമായി ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത, സാധ്യതയില്ല എന്ന് പറയുന്നിടത്ത് കാര്യം വിശ്വാസത്തോടെ അനുസരിച്ച് പോയിട്ട് ദൈവം അവരെ വലുതായിട്ട് ഉപയോഗിച്ച കഥകൾ എത്ര ധാരാളം ഉണ്ടെന്നറിയാമോ? ചിലപ്പോൾ ദൈവം നമ്മൾ അയക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് പിടിയിട്ടില്ല, നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ ദൈവം നമുക്കൊരു മൂവ്മെൻറ്റ് തന്നാൽ, പോകാൻ പറഞ്ഞാൽ, പോകാനുള്ളൊരു വഴി തുറന്നാൽ നമ്മൾ പോകാൻ തയ്യാറായാൽ ദൈവത്തിന് നമ്മളെ എവിടെയോ ഉപയോഗിക്കാനുണ്ട്. ദൈവത്തിന് നമ്മളെ എവിടെയൊക്കെയോ ഉപയോഗിക്കാനുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇവിടുന്ന് മറ്റു രാജ്യത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കും നമ്മൾ പണം ഉണ്ടാക്കാനാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ജോലി ചെയ്യാൻ വേണ്ടി അന്വേഷിച്ചെന്ന് പോകാം. പക്ഷേ അതൊക്കെ ചില നിമിത്തങ്ങൾ മാത്രമായിരിക്കാം. ദൈവത്തിന് നമ്മളെ ആർക്കൊക്കെ വേണ്ടി നമ്മളെ ഉപയോഗിക്കാനുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ഒരു വചനമുണ്ട് ഇങ്ങനെ, ഞാൻ നിന്നെ വിലയേറിയനും മാന്യനുമായി എണ്ണിയിരിക്കുന്നു. ഒരു കാര്യത്തിൻ്റെ വില കൂടുന്ന എപ്പോഴാണെന്നറിയാം? അതിൻ്റെ കോസ്റ്റ് വലുതാകുമ്പോഴാണ് അതിൻ്റെ വില കൂടുന്നത്. മനസ്സിലായോ? ഒരു കാര്യത്തിൻ്റെ വില കൂടുന്ന എപ്പോഴാണ്? അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. അതുണ്ടാക്കാൻ എത്രത്തോളം ചിലവുണ്ടാക്കി എന്നുള്ളതാണ്. എന്നെ കണ്ടെത്താൻ കർത്താവിന് എത്ര പേര് ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ചിലപ്പോൾ ഒരാൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലായിരിക്കും, 2 പേര് പറഞ്ഞ് മനസ്സിലാവില്ലായിരിക്കും. എനിക്ക് എന്നെ മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കി തരുന്ന ഒരാളെ എൻ്റെ അടുത്ത് അയക്കണമെങ്കിൽ കർത്താവിന് ചിലവുണ്ട്. എൻ്റെ മാനസിക നിലയിൽ, എൻ്റെ ചിന്താരീതിയിൽ, എൻ്റെ ഫീലിംഗ് ലെവലിൽ എന്നെ മനസ്സിലാക്കി തരാൻ ഒരാളെ ഉണ്ടാക്കിയെടുത്ത് എൻ്റെ അടുത്ത് വിടുന്നതിൽ കർത്താവിന് ചിലവുണ്ട്, അല്ലേ? ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഈ വിലയുള്ള നമ്മുടെ വില കൂടുന്ന അങ്ങനെയാണ്. നിങ്ങളുടെ അടുത്തേക്ക്, എൻ്റെ അടുത്തേക്ക് ഒരാളെ വിട്ടിട്ട് ശരിയായിട്ടില്ല, 2 പേര് 3 പേരൊന്നുമായിട്ട് നമുക്ക് കർത്താവിലേക്ക് എത്തുവാനായിട്ട് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും നമ്മൾ കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മൾ പണിയുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവനൊരു പർപ്പസ് ഉണ്ട് നമ്മളെപ്പറ്റി. അതുകൊണ്ട് പോകാൻ പറഞ്ഞാൽ പോകാൻ മനസ്സുണ്ടോ? കർത്താവിന് ചില അസാധാരണ പ്രവൃത്തികളെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് കഴിയും. നോക്കുക, ഈ മനുഷ്യനിലൂടെ ദൈവം കൊടുത്തുവിടുന്ന ആ മെസ്സേജ് എങ്ങോട്ടാ? ഒരു ഭൂഖണ്ഡത്തിലേക്കുള്ള മെസ്സേജാണ്, അല്ലേ? ക്രിസ്തുവിനെ പരിചയപ്പെടുത്താനായിട്ട് ഏറ്റവും വലിയ ഒരു സാധ്യതകളിലേക്ക് ഒരു ജനസമൂഹത്തിന് വേണ്ടി തന്നെ പറഞ്ഞു വിടുന്നതാണ് ഈ മനുഷ്യനെ. ഫിലിപ്പോസ് അവിടെ പോകാൻ അവിടെ കഴിഞ്ഞില്ലെങ്കിൽ കർത്താവിന് പിന്നെയും കാത്തിരിക്കേണ്ടി വരും ഈ പറഞ്ഞ കേൾക്കുന്ന ഒരാളെ. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുത്തനെ യെരുശലേമിൽ പോയി മടങ്ങി പോവുക. അദ്ദേഹത്തിന് എന്തൊക്കെയോ അറിയാം, എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്, വായിക്കാനൊക്കെ നോക്കുന്നുണ്ട്, ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. സ്റ്റിൽ അദ്ദേഹം വായിച്ചുകൊണ്ടേയിരിക്കുവോ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, അല്ലേ? നമ്മളും അങ്ങനെയൊക്കെ കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക്.
നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കർത്താവിനെ അന്വേഷിക്കാനൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് കൃത്യമായി ഉത്തരം കിട്ടിയപ്പോഴല്ലേ കർത്താവിലേക്ക് നമ്മൾ വന്നത്. അതാണ്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിച്ചതുപോലെ നമ്മളെയും കർത്താവിന് ആർക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാനായിട്ട് ദൈവം ആരാധിക്കുന്നു. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പുറപ്പെടാൻ തയ്യാറാവണം. നമ്മുടെ സൗകര്യങ്ങൾ വിട്ടിട്ട്, നമുക്ക് സുഖമുള്ള സ്ഥലം വിട്ടിട്ട്, കംഫർട്ടബിളായ സ്ഥലങ്ങൾ വിട്ട് കർത്താവ് പോകാൻ പറയുന്നിടത്തേക്ക് പോകാനൊരു മനസ്സുണ്ടോ, ദൈവത്തിന് നമ്മൾ അസാധാരണമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. ഒരൊറ്റ മനസ്സ്, ഒരൊറ്റ ക്വാളിറ്റി മാത്രം മതി, അനുസരിക്കാനുള്ളൊരു മനസ്സ്. ദൈവം എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറയാനുള്ള മനസ്സ്. ഹല്ലേലൂയ. എനിക്കറിയാം എത്രയോ ദൈവ മനുഷ്യർ ഇവിടുന്ന് വടക്കേന്ത്യയിലൊക്കെ പോയിട്ട് കർത്താവിൻ്റെ ശബ്ദം മാത്രം കേട്ട് പോയിട്ട്, എനിക്കറിയാം കാല് പാടില്ലാത്തൊരു മനുഷ്യൻ, ഒരു കാല് വയനാടുകാരനാണ്, ഈ കാല് വയ്യ, ശോഷിച്ച കാല, ഒരു വടി കുത്തിപ്പിടിച്ച് അദ്ദേഹം നടക്കുന്നത്, വടി കുത്തി ചാടി ചാടി നടക്കുന്നത്. 10-20 വയസ്സിനുള്ളിൽ അദ്ദേഹം വടക്കേന്ത്യയിൽ പോയി പഞ്ചാബിലൊരു കോളേജിലൊക്കെ പഠിച്ച് എൻ്റെ കൂടെ അദ്ദേഹം പഠിപ്പിക്കാനുണ്ടായിരുന്നു. കൈയും കാലും ഇല്ലാത്ത മനുഷ്യർക്ക് ദൈവം പറഞ്ഞ് കേട്ടങ്ങ് പോവുക ട്രെയിനിലൊക്കെ കയറി. നമുക്ക് കൈയും കാലും ഉണ്ടെങ്കിൽ നമുക്ക് പോകാനുള്ള മനസ്സില്ല എത്ര പറഞ്ഞാലും. ഞാൻ അത്ഭുതപ്പെട്ടു, ഈ മനുഷ്യൻ എങ്ങനെ ഇതിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത്. ഈ ഒരു വലിയൊരു വടിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള, ഈ ആയുധം, ഇതിൽ ചാടിയാണ് അദ്ദേഹം നടക്കുന്നത് മുഴുവൻ, ഇതിലെല്ലാം പോയാലും. നമുക്ക് കൈയും കാലും കണ്ണും എല്ലാം ഉണ്ട്, നമുക്ക് ചെവി മാത്രം പലപ്പോഴും ഇല്ല. കർത്താവ് പറയുന്നത് കേൾക്കാനുള്ള ചെവിയില്ലാതെ മനസ്സില്ലാത്തവരായി പോകുന്നു. ഇന്ന് പൽക്കാലം കർത്താവേ, ആരെങ്കിലുമൊക്കെ നിന്നെ തേടുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് എന്നെ അയക്കണമെന്ന് പറയാൻ എത്ര പേരുടെ ഉണ്ട്? ഹല്ലേലൂയ. ആരെങ്കിലും തേടുന്നവരുണ്ടെങ്കിൽ കർത്താവേ എന്നെ ഒന്ന് അയക്കണമേ, ഞാൻ പൊക്കോളാം എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? കർത്താവേ, നിന്നെ തേടുന്നവർ, നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, നിന്നെ വാഞ്ചിക്കുന്നവരുടെ അടുത്തേക്ക് കർത്താവ് എന്നെ അയക്കണമേ. അത് വലിയ പ്രസംഗമൊന്നും ആയിരിക്കില്ല ദൈവമക്കളെ, നമ്മളതിലേക്ക് വരുന്നുണ്ട്. വലിയ പ്രസംഗങ്ങളൊന്നുമല്ല, സ്റ്റേജൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളിവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ? ഒരു വലിയ മേഖലയ്ക്ക് വേണ്ടി ഒരു വലിയ പന്താവ് തുറക്കുന്നതായിരിക്കും. വലിയ തുറക്കാതെ കിടക്കുന്നൊരു മേഖല തുറക്കാനായിരിക്കും ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ആഫ്രിക്ക പോലൊരു ഒരു ജനസമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഈ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ ആഴങ്ങൾ കിടന്ന ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ കർത്താവിന് അവരോട് ഇഷ്ടം തോന്നിയപ്പോൾ പറഞ്ഞു വിട്ടത് ഫിലിപ്പോസിനെയാണ്. ഫിലിപ്പോസ് പോയി കേട്ടോ, സംസാരിച്ചു. അവിടെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഈ മനുഷ്യൻ ഇങ്ങനെ തേരിലിരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, ദൈവാത്മാവ് അദ്ദേഹത്തെ പറഞ്ഞു, അദ്ദേഹം ചെയ്തൊരു കാര്യം എന്നറിയോ? ഈ തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ചേർന്ന് നടക്കാൻ, സ്റ്റേ, അങ്ങനെ ഒരു പ്രയോഗം പറഞ്ഞാൽ സ്റ്റേ, അങ്ങനെ സ്റ്റേ ക്ലോസർ, സ്റ്റേ നിയർ, ഇങ്ങനെ ചേർന്ന് നടക്കാൻ നോക്കുക. ഒരു തേരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അതിനോട് ഒരാൾ ചേർന്ന് നടക്കണം. ഒരു വണ്ടി പോകുന്നു, അതിൻ്റെ കൂടെ നിങ്ങൾ ചേർന്ന് നടക്കുക. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുമോ? ഒരാൾ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നു, നമ്മളതിൻ്റെ പുറകെ നടന്നു പോകുന്നതിൻ്റെ ഒപ്പം. എത്രത്തോളം ലോജിക്കലി കറക്റ്റാണ്? ഇതൊരു സുഖമില്ലാത്തൊരു യാത്രയാണ്. പക്ഷേ ഇദ്ദേഹത്തോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ചേർന്ന് നടക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തയ്യാറാകുകയാണ്. ആ ചേർന്ന് നടക്കലാണ് അവിടെ അദ്ദേഹത്തിൻ്റെ നിയോഗം. ചേർന്ന് നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല ഒരു പക്ഷേ. ഒരു വാഹനമല്ലേ പോകുന്നത്, മനുഷ്യനല്ലല്ലോ. അപ്പോൾ അത് നടപ്പ് ചിലപ്പോൾ ഓട്ടോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നടപ്പ് അത്ര വേഗതയിലൊക്കെ ആയിരിക്കാം. ചേർന്ന് നടക്കണം. എന്നറിയാമോ? ഇദ്ദേഹത്തിനൊരു കാര്യം കേട്ടേ പറ്റൂ. ഈ ചേർന്ന് നടന്നാലാണ് ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. ഈ ചേർന്ന് നടന്നപ്പോഴാണ് ഇദ്ദേഹം മനസ്സിലാക്കി, എന്തറിയാമോ? അന്ന് അദ്ദേഹം തേയിലിരുന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അങ്ങനെ ചേർന്നപ്പോഴാണ് അദ്ദേഹം പുസ്തകം വായിക്കുന്നത് കേട്ടു. കേൾക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. ചില മനുഷ്യരുടെ ഒപ്പമൊക്കെ ചേർന്ന് കുറച്ച് ദൂരം പോകാൻ നമുക്കൊരു മനസ്സുണ്ടാവണം. അപ്പോഴേ ചിലപ്പോൾ നമുക്ക് പിടികിട്ടും, നമുക്ക് ചിലത് കേൾക്കാൻ കഴിയുള്ളൂ, അല്ലേ? ആളുകളുടെ ഒപ്പം ചേർന്ന് നടക്കാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിലേ അവരുടെ ആ കർത്താവിലേക്കുള്ള തേങ്ങലുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. കർത്താവിനെ അന്വേഷിക്കാനുള്ള വ്യഗ്രത തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. അവർ കർത്താവിനെ അന്വേഷിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ചേർന്ന് കുറേ ദൂരം നടക്കണം.
ചേർന്ന് നടക്കാൻ നമുക്ക് കഷ്ടപ്പാടാണെങ്കിലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ആ പദവിയിലിരിക്കുന്ന മനുഷ്യനും കർത്താവിനെ അറിയാനുള്ള മനസ്സുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ചേർന്ന് നടക്കാതിരുന്നാൽ ഒരു പക്ഷേ ഒരു കാരണവശാലും ഈ ഫിലിപ്പോസിന് ഇത് മനസ്സിലാവണം നിർബന്ധമില്ല. ഒരാളൊരു ഉദ്യോഗസ്ഥനായ മനുഷ്യൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് ആ കൂടെ നടക്കാനുള്ളൊരു സമർപ്പണം, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം പറഞ്ഞ പോലെ ചെയ്യാനുള്ളൊരു സമർപ്പണം അദ്ദേഹം കാണിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞു ഈ മനുഷ്യൻ വായിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പറ്റി തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം വായിക്കുന്ന ആരുടെ പുസ്തകമാണ്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. അവിടെ പറഞ്ഞേക്കുന്ന കാര്യം എന്താ? അറുക്കാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. ഇത് വായിച്ചാൽ ആർക്കും മനസ്സിലാവാനാണ്? ഇത് വായിച്ചാൽ ആർക്കാണ് ഇത് വ്യക്തമാകുന്നത്? അപ്പോൾ ഇത് കേട്ട് മനസ്സിലാക്കുന്ന ആർക്കേ പറ്റത്തുള്ളൂ? ഈ അറുക്കാനുള്ള ആരാന്ന് അറിയാവുന്നവർക്കല്ലേ ഇത് പറ്റത്തുള്ളൂ. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, കർത്താവിനെ തേടുന്നവരുടെ ചോദ്യങ്ങളൊന്നും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അവൻ ചിലപ്പം പറയുന്നത് എനിക്ക് ഇന്ന പ്രശ്നമുണ്ടെന്നായിരിക്കും, അല്ലെങ്കിൽ ഈ വിഷയം ഇങ്ങനെ ഞാൻ ഞരക്കം നേരിടുന്നു എന്നായിരിക്കും പറയുന്നത്. അവർ പറയുന്നത് കേൾക്കാനായിട്ട് നമുക്കൊന്ന് ചേർന്ന് നടക്കാനായിട്ട് കഴിയണം ദൈവമക്കളെ. നമ്മുടെ ഒപ്പം ചില ആൾക്കാരൊക്കെ പണ്ട് കാലത്ത് ചേർന്ന് നടന്നപ്പോഴാണ് നമ്മുടെ ഞരക്കങ്ങളൊക്കെ പലർക്കും മനസ്സിലായത്. അങ്ങനെ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് വന്നേ. ഹല്ലേലൂയ. നമ്മുടെ ഒപ്പം നിരന്തരമായി നമ്മുടെ ഒപ്പം ചിലർ കൂടെ സഞ്ചരിച്ചപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. ഒറ്റ നടപ്പിലൊന്നും നമുക്ക് മനസ്സിലായില്ലല്ലോ. ഇല്ല, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളോട് ചേർന്ന് നടക്കാൻ ചില മനുഷ്യർ തയ്യാറായി. നമ്മൾ കർത്താവിനെ അറിയാത്തപ്പോൾ പോലും, നമ്മൾ ക്രിസ്തുവിനെ തിരിച്ചറിയാത്തപ്പോൾ പോലും നമ്മുടെ ഒപ്പം ചേർന്ന് നടക്കാനായിട്ട് ചില മനുഷ്യർ ദൈവം അപ്പോയിൻറ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് കർത്താവിനെ പറഞ്ഞു തരാനായിട്ട് ഇടയായതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് നടക്കാനുള്ള സമർപ്പണം ഉണ്ടാകണം. കർത്താവ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യരുടെ ഒപ്പം അല്പനേരം നടക്കാൻ, ഒരു കുടുംബത്തിൻ്റെ ഒപ്പം അല്പനേരം നടക്കാൻ, ചില വ്യക്തികളുടെ കൂടെ അല്പനേരം നടക്കാൻ നമുക്കൊരു നല്ല മനസ്സുണ്ടാവണം. ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണത്. ആ ചേർന്ന് നടക്കുമ്പോഴാണ് അവരുടെ ഹൃദയത്തിൻ്റെ ഗദ്ഗതങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ചേർന്ന് നടക്കുമ്പോഴാണ് അവരെവിടെയാണ് വിങ്ങിപ്പൊട്ടുന്നത് നമുക്കറിയാൻ കഴിയുള്ളൂ. അവരങ്ങനെ ചേർന്ന് നടക്കുമ്പോഴാണ് അവരുടെ ഹൃദയത്തിലെ സംശയങ്ങളും പ്രതിസന്ധികളും നമുക്ക് തിരിച്ചറിയത്തുള്ളൂ. അതറിയാത്രത്തോളം കാലം അവരവരുടെ വഴിക്കും നമ്മൾ നമ്മുടെ വഴിക്കും പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാൾ കർത്താവ് പറയുന്ന പോലെ അനുസരിക്കാൻ ചേർന്ന് നടക്കാൻ കഴിയുന്ന, കർത്താവിന് ഇത് പുതിയ കാര്യമൊന്നുമല്ല കേട്ടോ. കർത്താവ് ചേർന്ന് നടക്കുന്നവനായിരുന്നു. കർത്താവിൻ്റെ മരണശേഷം ശിഷ്യന്മാരാകെ പതറിപ്പോയായിരുന്നു. അവർ സംശയത്തിലായിപ്പോയി. 2 പേര് എന്നാൽ ഇനി ഇതൊന്നും കാര്യമൊന്നുമില്ല. യെരുശലേമിൽ കർത്താവ് പാർക്കാനൊക്കെ പറഞ്ഞെങ്കിലും കർത്താവ് ഇനി ഇല്ലല്ലോ, വീട്ടിലേക്ക് പോയേക്കാന്ന് വെച്ച് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് അവർ മടങ്ങി പോവുകയായിരുന്നു. അവർ ഹൃദയത്തിൽ സംശയമുള്ളവരായിരുന്നു. അവർ ഈ നഷ്ടങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ സങ്കടങ്ങൾ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ യാത്രയിൽ ഒരാൾ കൂടെ കൂടി. ആ കൂടെ കൂടിയ ആൾ അവരോട്, പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, പ്രവചന പുസ്തകങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ദൈവവചനത്തെ അത് അവരോട് പറഞ്ഞ് സംസാരിച്ച് അവർ ചെന്ന് അവരുടെ ഭവനത്തിൽ അവരുടെ ഗ്രാമത്തിൽ ചെന്നപ്പം അവർ ചോദിച്ചു, ഞങ്ങളുടെ കൂടെ ഈ രാത്രി പാർക്കരുതോ, രാത്രിയായില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് അബൈഡ് വിത്ത് മീ എന്ന് പറഞ്ഞ്, കൂടെ പാർക്കുക. കർത്താവിനെ നമ്മൾ അറിഞ്ഞു അറിയാതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷമിക്കും. മനസ്സിലായോ? അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അവനവിടെ ചെന്ന് അപ്പം മുറിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എൻ്റെ കൂടെ നടന്നു വന്നത് യേശു തന്നെയായിരുന്നു. കർത്താവ് ഇങ്ങനെ നമ്മുടെ കൂടെ ദീർഘദൂരം പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട്. അത് അവന് പരിചയമുള്ള കാര്യമാണ്. നമ്മളോട് കർത്താവ് പറയുന്നത് ചില മനുഷ്യരുടെ ഒപ്പമൊക്കെ ചേർന്ന് നടക്കാനായിട്ടാണ്, ചില ആളുകളുടെ ഒപ്പം ഒന്നിച്ച് നടക്കാനാണ്. അവർ പറയുന്ന ഒരു പക്ഷേ സെൻസിബിൾ ആയിരിക്കില്ല, അവർ ചിന്തിക്കുന്ന പക്ഷേ നമുക്ക് ക്ലിയറായെന്ന് വരില്ല. പക്ഷേ ചേർന്ന് കുറേ നടക്കുമ്പോഴൊരു കാര്യം മനസ്സിലാവും, അവരുടെ ഉള്ളിലും തേടുന്ന ആരെ പറ്റിയാണ്? നമ്മുടെ ഉള്ളിലുള്ള കർത്താവിനെയാണ് അവർ തേടുന്നത്. നമുക്ക് പറയാനുള്ള കർത്താവിനെയാണ് അവർ തേടുന്നത്. പക്ഷെ അവർ പറയുന്ന ഭാഷ മറ്റൊന്നായിരിക്കും, അവരുടെ പ്രതിസന്ധി മറ്റൊന്നായിരിക്കും. പക്ഷേ അതിൻ്റെ പരിഹാരമായിട്ടുള്ളവൻ നമ്മുടെ കയ്യിലുണ്ട്. ചേർന്ന് നടക്കാൻ എത്ര പേർക്ക് കഴിയും? നമ്മുടെ മുമ്പിൽ കാണിച്ചിരുന്ന ചില മനുഷ്യരുടെ, ചില കുടുംബങ്ങളുടെ ഒക്കെ ഒപ്പം കുറച്ച് ദൂരം സഞ്ചരിക്കാൻ, ഒന്നിച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാനായിട്ടൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറായാൽ കർത്താവിനെ അവർക്ക് പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ.
അടുത്ത കാര്യം, ഈ രണ്ട് കാര്യങ്ങൾക്കകത്തും കർത്താവിൻ്റെ ആലോചന ഉണ്ടായിരുന്നെങ്കിൽ, നിർദ്ദേശമുണ്ടായിരുന്നെങ്കിൽ, ഇനിയത്തെ കാര്യം നോക്കിക്കേ, അവനൊരു അടുപ്പം ഉണ്ടാക്കുകയാണ്. റാപ്പ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. റാപ്പ ബിൽഡ് ചെയ്യുക. ഇത് ആത്മാവ് പറഞ്ഞിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു, അല്ലേ? അങ്ങനെയാണ് ചോദിക്കുന്നത്. നീ വായിക്കുന്നത് കേട്ടു, നിനക്കിത് മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് റാപ്പോയുടെ ബിൽഡിങ് നടക്കുന്നത്. അതൊരു ബന്ധത്തെ രൂപപ്പെടുത്തിയെടുക്കുക, ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ആളുകളോട് അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ, ബന്ധമുണ്ടാക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. റിലേറ്റ് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നമ്മുടെ ചുറ്റും നടക്കുന്ന ആളുകളോട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നത് അതുപോലെ ചെയ്യാനല്ല ഞാൻ പറഞ്ഞു വന്നത്. രാഷ്ട്രീയത്തിലൊക്കെ പരിചയമുള്ളവർ കണ്ടിട്ടില്ലേ? അവർ പരിചയങ്ങൾ കൊണ്ടല്ല അവർ നമ്മളോട്, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലായി കാണും, നമ്മളോട് അത്ര അടുപ്പില്ലാത്ത പോലും ഇടപെടുന്ന കണ്ടിട്ടില്ലേ? അത് റാപ്പ് ബിൽഡ് ചെയ്യാനുള്ളൊരു കഴിവാണ്. നിങ്ങൾ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ കഴിയണമെങ്കിൽ നിങ്ങൾ വ്യക്തികളോട് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്താനും ബന്ധങ്ങൾ ഉണ്ടാക്കാനോട്ട് നമുക്കൊരു മനസ്സൊരു ഓപ്പൺനെസ് ഉണ്ടാകണം. ഈ ഓപ്പൺനെസ് എങ്ങനെ ഉണ്ടാകണം? പ്രെജുഡിസുകളില്ലാണ്ടായി മാറണം. അതായത് നമ്മുടെ ഉള്ളിൽ മുൻവിധികളില്ലെങ്കിൽ മാത്രമേ ആളുകളോട് എടുക്കാൻ കഴിയുള്ളൂ. അയാൾ പൊക്കമുള്ള ആളാണ്, എനിക്ക് പൊക്കമില്ല, ഞാൻ എടുക്കാൻ തയ്യാറല്ല. അയാൾ കറുത്ത ആളാണ്, ഞാൻ വെളുത്ത ആളാണ്, എനിക്ക് എടുക്കാൻ കഴിയില്ല. അയാൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്, ഞാൻ വിദ്യാഭ്യാസം ഉള്ള ആളാണ്, എടുക്കാൻ കഴിയില്ല. മുൻവിധികളെ മാറ്റാതെ നമുക്ക് ആളുകളോട് എടുക്കാൻ കഴിയില്ല. അയാൾ മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നിടത്ത് മുൻവിധികളില്ല. എനിക്കും ക്രിസ്തുവിന് ആവശ്യമുണ്ട്, അദ്ദേഹത്തിനും ക്രിസ്തുവിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മുൻവിധികളെ പാടാൻ മാറ്റാൻ കഴിയും. മുൻവിധികൾ മാറുന്നിടത്തേ നമുക്ക് ആളുകളോട് കണക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. മുൻവിധികളുള്ളിടത്ത് നമ്മളെപ്പോഴും എല്ലായ്പ്പോഴും കൃത്യമായി സൂട്ടാവുന്നിടത്ത് മാത്രമേ നമ്മൾ അടുക്കത്തുള്ളൂ. അടുപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെയാണ്. കർത്താവിനെ പ്രതി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവരും റിലേറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ മനുഷ്യരോടും റിലേറ്റ് ചെയ്യേണ്ടി വരും. ഈ ഫിലിപ്പോസിൻ്റെ സുവിശേഷാത്മാവ് പ്രവർത്തിച്ചത് അങ്ങനെയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ കാര്യങ്ങൾ വായിക്കുന്നത്? ആ എൻട്രി പോയിൻ്റ് കണ്ടോ? എൻട്രി ചെയ്യുന്ന രീതി കണ്ടോ? കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ, അദ്ദേഹം മറ്റൊരു മതവിശ്വാസമുള്ള ആളായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം എന്നോട് ചോദിച്ചു, ആ കാലത്ത് ഞാൻ ഇച്ചിരി പുരോഗമന ചിന്തയുള്ള ആളെന്നൊക്കെ ഒരു പിക്ചറൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. ശരി, നല്ല കാര്യം. അപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഒരു പ്രശ്നമൊക്കെ വെച്ച് ഒരു കാര്യത്തിനൊക്കെ വെച്ച് നോക്കി, അപ്പം ഞങ്ങളുടെ വീടിനോട് ഇങ്ങനെയല്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇയാളെന്നോട് ചോദിച്ചു, നീ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നെന്നോട് ചോദിച്ചു. മറ്റു ആളുകൾക്കെതിരെ വിരോധമായിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ടോ എന്നെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി എനിക്കറിയാം, അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നീ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് അതിന് ചെയ്യേണ്ടത്? അദ്ദേഹം ഇന്ന പ്രതിവിധികൾ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ അതിനൊരു പരിഹാരം പറഞ്ഞു. രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നിനക്ക് എതിരായി നിൽക്കുന്ന അതിനോട് സമരസപ്പെടുക. അതിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളതിനോട് സമാധാനം പറയുക, നമുക്ക് ധാരണയിൽ പോകാമെന്നെത്തുക. അപ്പോൾ പിന്നെ വഴക്കില്ലല്ലോ. നിങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതിനോട് കീഴ്പ്പെടാനോ അതിനനുസരിക്കാനോ തയ്യാറായ നിങ്ങൾക്ക് അതൊരു മെത്തേഡ്. മറ്റൊന്ന് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഈ വിശ്വാസികളായ ആളുകളൊക്കെ ചെയ്യുന്നത്, അതിനേക്കാളും വലിയ ഒരാളെ നമ്മൾ വിശ്വസിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ അതിനെ നേരിടുക ചെയ്യുന്നത്. സത്യത്തിൽ ചെയ്യുന്നത് നമ്മൾ നേരിടാൻ പോകാറില്ല, നമ്മൾ അദ്ദേഹത്തിൽ പിന്നിൽ മറഞ്ഞു നിൽക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് യേശുവിന് ഇതിന് മേൽ അധികാരവും ശക്തിയും ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയൊന്നും സാധിക്കും, ഇതെങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ കയ്യിൽ ഈ ബൈബിളിൻ്റെ ഇത് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പുതിയ നിയമം എനിക്കൊരാൾ തന്നിട്ടുണ്ട്, അത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ദൈവം ഉണ്ടെന്ന് എനിക്കൊരു ബോധം, പക്ഷെ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഞാൻ പറഞ്ഞു, ഒരു ദിവസം നീ വീട്ടിൽ പോയിട്ട് എന്നിട്ട് ഈ ബൈബിൾ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, സത്യമായിട്ട് ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. നീ വായിച്ചോളാം ഞാൻ പറഞ്ഞു. ഏറ്റവും സിമ്പിളായൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. നീ വായിച്ചോളാൻ പറഞ്ഞു. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പം ചോദിച്ചു, വായിക്കാൻ പറ്റിയോ? വായിക്കാൻ പറ്റിയില്ല, വേറെ കുറേ അത്യാവശ്യങ്ങളൊക്കെ വന്നു, നടന്നില്ല. ഇന്ന് നീ പോയി വായിക്കാൻ പറഞ്ഞു. അന്നും അദ്ദേഹം വായിച്ചില്ല. ആരൊക്കെയോ വന്നു, പരിപാടി നടന്നില്ല. 3-ാം ദിവസം ഞാൻ പറഞ്ഞു, നീ ഇന്ന് പോയി വായിക്കണം, ഞാൻ നിനക്കൊണ്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് പോയി പ്രാർത്ഥിച്ചു, വായിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് വായിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം വളരെ സന്തോഷകരമായിരുന്നു. ഈ മനുഷ്യന്, ഈ ഫ്രണ്ടിന്, അവൻ്റെ പ്രശ്നം, അവനൊന്ന് ഹാർട്ട് പേഷ്യൻ്റാണ്. അവനൊരു പ്രണയമുണ്ട്. അവൻ്റെ കുടുംബത്തിലാകെ നാശങ്ങളാണ്. എന്തു വന്നാലും വീട്ടിലൊന്നും ഉണ്ടാവില്ല. മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പിതാവിനുണ്ട്. ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധിയുള്ള കുടുംബം. ഇദ്ദേഹം എന്നോട് പറയുന്നതെന്നറിയാമോ? എൻ്റെ സകല പ്രശ്നത്തിന് ഉത്തരം ഇതിനകത്തുണ്ട്. എന്നോട് ഇന്നലെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്ന് കാണിച്ച്, എവിടെയാ പോകും? അദ്ദേഹം എനിക്ക് കാണിച്ചത് അപ്പോസ്തല പ്രവൃത്തിയിലൊരു ഭാഗത്താണ്. സത്യത്തിൽ ഞാനത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. സത്യം പറയാം, അത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഇവൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം അവിടെ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി. നമ്മൾ ചില കാര്യങ്ങൾക്ക് ഉള്ള സാധ്യതകൾ നമ്മൾ ചില ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത്. നിങ്ങൾക്കതിനുള്ള ഒരു കൃപയുണ്ടാവാം, നല്ല ബന്ധങ്ങളെ സൃഷ്ടിക്കാനുള്ള കൃപയുണ്ടാകാം. അത് നിങ്ങളുടെ എൻട്രി പോയിൻ്റാണ്. ആ ബന്ധങ്ങൾക്കകത്താണ് അവന് വേണ്ടിയുള്ള ആശ്വാസം എന്നിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഹല്ലേലൂയ. ഒരടുപ്പം സൃഷ്ടിക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്, ഇതാരെപ്പറ്റിയാണ് പ്രവാചകൻ പറയുന്നത്? ഞാനിത് വായിക്കുന്നുണ്ട്, ഇതാരെപ്പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് നിങ്ങൾക്കുടെ ചാൻസ്. നമ്മൾ ചില അടുപ്പങ്ങൾ സൃഷ്ടിക്കാൻ, ചില ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ബന്ധമില്ലാതെയും പലപ്പോഴും നമ്മളൊക്കെ വളരെ ഫോർമലായിട്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അല്ലേ? എത്ര പേര് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തുണ്ട്, നമ്മൾ യാത്ര ചെയ്യുന്നിടത്തുണ്ട്, അല്ലേ? നമ്മുടെ അയൽവക്കത്തുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേലിൽ ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷെ അവരോട് എത്ര പേരോട് നമുക്കൊരു ആത്മാർത്ഥ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേരോട് അവരുടെ പ്രശ്നങ്ങളെ ചോദിച്ചറിയാൻ കഴിയുന്നുണ്ട്? എത്ര പേർ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്? കേവലം പലയിടത്തും നമ്മൾ നമ്മുടെ ആവശ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള അടുപ്പങ്ങൾ മാത്രമേ പലപ്പോഴും ഉണ്ടാവാറുള്ളൂ. അതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ആ വ്യക്തി ജീവിതത്തിനകത്ത് അവരുടെ സംശയങ്ങളെ ചോദിച്ചറിയാൻ, അവരുടെ പ്രതിസന്ധിയെപ്പറ്റി ചോദിക്കാനൊക്കെ നമുക്ക് കഴിയാറുണ്ടോ? പലപ്പോഴും കഴിയാറില്ല. ഒരു അടുപ്പത്തിൻ്റെ സാധ്യത ഇവിടെയുണ്ട്. ഒരു ആത്മാർത്ഥമായ ബന്ധത്തിൻ്റെ ആവശ്യം ഇതിനകത്തുണ്ട്. അതാണ് 3-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്. 4-ാമത്തെ കാര്യം എന്താണ്? വഴി തുറന്നു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? സുവിശേഷം പറയും. 8:35 പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഫിലിപ്പോസ് തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. ആധാരം എന്താണ്? തിരുവെഴുത്താണ് ആധാരം. ആധാരം ദൈവത്തിൻ്റെ വചനമാണ്. തിരുവെഴുത്തുകൾ ആധാരമാക്കിയാണ് നമ്മൾ കർത്താവിനെ പറയുന്നത്. ഓർത്തിരിക്കുക. പ്രശ്നം എന്തിൻ്റെ ആധാരമായിട്ടാണ്? അവൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ നമ്മുടെ മറുപടി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തിരുവെഴുത്തുകളെ പറ്റിയുള്ള തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിനെ പറഞ്ഞു കൊടുക്കുന്നത്. തിരുവെഴുത്താണ് നമ്മുടെ ആധാരം. ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നത്, അവൻ്റെ പ്രതിസന്ധി, അവൻ കർത്താവിനെ തേടുമ്പോൾ നമ്മൾ ഏത് ക്രിസ്തുവിനെ കാണിക്കണ്ടേ? ഈ വചനത്തിലുള്ള ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണ്ടേ? ലോകത്ത് ക്രിസ്തുവിൻ്റെ ഒത്തിരി ഭാവഭേദങ്ങളുണ്ട് ദൈവമക്കളെ, ഒത്തിരി ഭാവഭേദങ്ങളുണ്ട്. അത് കേവലം ഒരു ഡോക്ടറായിട്ടോ ഒരു പ്രശ്നപരിഹാരമോ ഒന്നും അല്ല. അതൊക്കെ അതിൻ്റെ ചില ഭാവങ്ങൾ മാത്രമാണ്. പക്ഷെ ക്രിസ്തു അങ്ങനെയല്ല. അത്രയും ലളിതമായ ഒരു വാക്കുകളിൽ ഒതുങ്ങുന്നൊരു കാര്യമല്ല. ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണ്, മനുഷ്യരുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ ഉദ്ധാരകനാണ് അവൻ. എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. ക്രിസ്തുവിനെ തേടുന്ന മനുഷ്യർ അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ തേടുന്ന ഭാഷ നമുക്ക് മനസ്സിലാവില്ലെന്നേ ഉള്ളൂ. പക്ഷേ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലും എൻ്റെ കയ്യിലും ഒരു അറിവുണ്ടായിരിക്കണം. ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനമുണ്ടാകണം, ക്രിസ്തുവിലുള്ള ബോധ്യങ്ങളുണ്ടാകണം, വചനത്തിലുള്ള ബോധ്യങ്ങൾ, അറിവുകൾ നമുക്കുണ്ടാവണം, വചനത്തിലുള്ള ആഴമേറിയ ഉറപ്പുകൾ നമുക്കുണ്ടാകണം.
വചനത്തിൽ നിന്ന് ക്രിസ്തുവിനെ തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അറുക്കാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കായിരുന്നു എന്ന് പറയുമ്പോൾ അത് അവൻ്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ടാണ് തിരിച്ചറിയാൻ നമുക്ക് ബോധമുണ്ടാവണം. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ അവൻ വായിക്കുകയും മനസ്സിലാക്കുകയും അവൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ദൈവിക ജ്ഞാനം നമ്മളിൽ ഉണ്ടാവണം. അവൻ്റെ പ്രതിസന്ധിയും കർത്താവുമായി എങ്ങനെ കണക്ട് ചെയ്യാൻ ബന്ധപ്പെടുത്താമെന്നുള്ള അറിവ് നമുക്കുണ്ടാവണം. ആ ദൈവാത്മാവിൽ നമ്മൾ പ്രാപിക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മൾ പ്രാപിക്കണം. അതിനുവേണ്ടി കർത്താവിനോട് നമ്മൾ അപേക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. ക്രിസ്തുവിനെ തേടുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ദൈവങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവിനുള്ള അനുസരണം, ദൈവവചനത്തിലുള്ള അറിവ്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നതിനെ കേൾക്കാൻ, അനുസരിക്കാൻ, അതിനുവേണ്ടി മൂവ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയും. പലപ്പോഴും അസാധാരണമായ ഇടങ്ങളിലേക്ക് പോകാനായിട്ട് നമ്മൾ പറയും, പുറപ്പെടാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ പറയുന്ന ദൈവം നമ്മളെ മൂവ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന മൂവ് ചെയ്യാൻ തയ്യാറാകണം. ദൈവം പറയുന്ന പോലെ സംസാരിക്കാനും ബന്ധങ്ങളെ സൃഷ്ടിക്കാനും കഴിയണം. ദൈവം പറയുമ്പോൾ ചിലരോട് ചേർന്ന് നടക്കാൻ ആവശ്യപ്പെട്ടാൽ, എനിക്കറിയാം ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ 2 വർഷക്കാലം പ്രാർത്ഥിച്ച്. എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ സഹോദരിയുടെ കൂടെ ഒരു ഫ്രണ്ടാണ്, ഇളയ ആളുടെ കൂടെ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ കാലങ്ങൾ പ്രാർത്ഥിച്ചു. അവരെ ഞാൻ കണ്ടിട്ടില്ല, അവരെനിക്കിടയിൽ ബന്ധമില്ല ഒരിക്കൽ പോലും. പക്ഷെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളത് ബ്ലൈൻഡായിട്ട് അംഗീകരിക്കാൻ തയ്യാറാവണം, ബ്ലൈൻഡായിട്ട് കേൾക്കാൻ തയ്യാറാണ്. ചില മനുഷ്യർക്ക് വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും എന്നെയും ദൈവത്തിന് അങ്ങനെ അയക്കാൻ ആഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? ആരൊക്കെയോ കർത്താവിനെ തേടുന്നുണ്ട്. ചില നക്ഷത്രം കണ്ടൊക്കെയായിരിക്കും വരുന്നത്. ഹല്ലേലൂയ. നക്ഷത്രമൊക്കെ ഉള്ളൂ ചില ആൾക്ക്, പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല അല്ലേ? ചില മേഖലയിൽ നക്ഷത്രത്തെ കണ്ടാണ് ആ കർത്താവിലേക്ക് വരുന്നത്. ചില ആളുകൾക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി വരുന്നുണ്ട് അല്ലേ? ഇടയന്മാർക്ക് വേണ്ടി ദൂതന്മാർ വരുന്നുണ്ട്. എല്ലായിടത്തും ദൂതന്മാർ ഇറങ്ങി വരുന്നില്ല, പാട്ട് പാടുന്നില്ല. ചിലർ നക്ഷത്രം കണ്ട് യാത്ര ചെയ്ത് ദൂരെ നിന്നാണ് വരുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവർക്കും ചിലപ്പോൾ കർത്താവ് ഒത്തിരി ദൂരമായിരിക്കും. കർത്താവിൻ്റെ ജനനവും മരണമൊക്കെ ചിലർക്ക് ഒത്തിരി ദൂരമായിരിക്കാം. പക്ഷെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമ്മളെ കർത്താവ് അങ്ങോട്ട് അയക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാനും എനിക്ക് ചുറ്റുമുള്ള ആളുകളും നല്ല അടുപ്പമായിരിക്കും എല്ലാ കാര്യത്തിലും. പക്ഷെ കർത്താവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവർ നമ്മൾ നല്ല അകലമായിരിക്കും. അവരിലേക്ക് അയക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. ആരൊക്കെയോ കർത്താവിനെ എവിടേക്കോ തേടുന്നുണ്ട് നമ്മുടെ ചുറ്റും. ആരൊക്കെയോ കർത്താവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും അവർ കർത്താവാണ് അതിൻ്റെ പരിഹാരം എന്നറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവർക്ക് രോഗമുണ്ടെന്ന് പറയാൻ അറിയുള്ളൂ. ഡോക്ടർ ആരെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏറ്റവും നല്ല ഡോക്ടർ ആരെന്ന് അറിഞ്ഞുകൂടാ അല്ലേ? ഏറ്റവും നല്ല കാര്യങ്ങൾ കിട്ടുന്നത് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് ആവശ്യമുണ്ട്. അവർ നമ്മളോട് പറയുന്നതായിരിക്കും ആവശ്യമാണ്. അത് ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ ചിലപ്പോൾ ചിലരോട് ചേർന്ന് നടക്കണം. ചില മനുഷ്യരുടെ ഒപ്പം ചേർന്ന് നടക്കണം. ചില പ്രിയമുള്ളവരുടെ ഒപ്പം ചേർന്ന് നടക്കണം. അവർ പറയുന്നത് മർമറ ചെയ്യുന്ന, അവർ നിലവിളിക്കുന്ന, അവർ വിമ്മിപ്പൊട്ടുന്നൊക്കെ കേൾക്കണമെങ്കിൽ ചില മനുഷ്യരെ ഒപ്പം നടക്കാനുള്ള ഒരു മനസാക്ഷി നമുക്കുണ്ടാകണം, ഒരു വില്ലിങ്നെസ്. പരിശുദ്ധാത്മാവ് പറയുക, നീ ഇന്ന ആളുടെ കൂടെ, നിൻ്റെ സഹോദരൻ്റെ, ഒരു ഫ്രണ്ടിൻ്റെ കൂടെ, നിൻ്റെ അയൽക്കാരൻ്റെ കൂടെ അല്പനേരം നീ ചേർന്ന് നടക്കാൻ പറയുമ്പോൾ ചേർന്ന് നടക്കാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചാൽ നമ്മളിൽ നിന്ന് കർത്താവിനെ അവൻ്റെ ജീവിതത്തിലേക്ക് പകരുവാനായിട്ട് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് കഴിയും. അല്പനേരം ചേർന്ന് നടക്കാൻ, ദൈവം പറയുന്നത് കേട്ട് അല്പനേരം അവൻ്റെ ശബ്ദം കേൾക്കാൻ, അവൻ്റെ ഹൃദയത്തിൻ്റെ വേദന, മർമറിങ്, അവൻ്റെ വിങ്ങിപ്പൊട്ടൽ കേൾക്കാനൊക്കെ നമുക്ക് ചിലപ്പോൾ ഒന്ന് കഴിയും. അല്പനേരം ചേർന്ന് നടന്നാൽ നമ്മളൊരു മനസ്സ് കാണിച്ചാലും മതി. പക്ഷേ നമ്മൾ ഒത്തിരി സ്വാർത്ഥന്മാരായിട്ട് പലപ്പോഴും കഴിയാറില്ല ദൈവമക്കളെ. ഇന്ന് പൽക്കാലം കർത്താവേ എന്നെ ഉപയോഗിക്കണം. കർത്താവേ, നീ എൻ്റെ ഉള്ളിൽ തരുന്ന സമാധാനമില്ലേ, അത് പ്രാപിക്കാൻ കഴിയാതെ ഒത്തിരി പേരെൻ്റെ ചുറ്റുമുണ്ടെന്ന് ഇന്ന് പൽക്കാലം കണ്ണു തുറന്ന് നോക്കിക്കേ. നമ്മളെത്ര സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഉഴപ്പിയിട്ടും നമ്മൾ ദൈവകൃപയിൽ നിൽക്കാതിരുന്നിട്ട് അവൻ്റെ സ്നേഹം നമ്മളെ ചേർത്ത് പിടിക്കുന്നില്ലേ? ഒറ്റ കാരണമുള്ളൂ, കർത്താവിനെ നമ്മൾ അറിയുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ് അല്ലേ? ആ അറിവ് ഉള്ളത് കൊണ്ട് എവിടെയെങ്കിലും നമ്മൾ പാളിപ്പോയാൽ പോലും ഒരാവശ്യം വരും, ബുദ്ധിമുട്ട് വരുമ്പോൾ കർത്താവേ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയും. എന്താണ്? കർത്താവിനെ നമുക്ക് അറിയാം അല്ലേ? കർത്താവിനെ നമുക്ക് അറിയാം. വേറെ നേട്ടങ്ങളൊന്നുമില്ല, വലിയ കാര്യങ്ങളും ചെയ്യുന്നില്ല. പക്ഷെ ഒറ്റ ഒരു കാര്യം,
ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ വിളിക്കാനൊരു പേര് നമുക്കറിയാം ദൈവമക്കളെ, അല്ലേ? ഒരു പേരുണ്ട്, ഒരാളുണ്ട് നമുക്ക് വിളിക്കാൻ, വിളിച്ചപേക്ഷിക്കാൻ ഒരാൾ നമുക്കുണ്ട്. പക്ഷെ അതറിയില്ലാത്തവനും അത് പറ്റാത്തവനുമാണ് പലപ്പോഴൊക്കെ ആത്മഹത്യയിലേക്കും സങ്കടങ്ങളിലേക്കും തകർച്ചയിലേക്കും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. പക്ഷെ നമുക്ക് ഈ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടല്ല, പ്രശ്നം പ്രതിസന്ധി വരുമ്പോഴും കർത്താവേ എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് അവനെ അറിയാം. ഇതറിയാൻ പാടില്ലാത്ത, ഇതൊരു പരിഹാരമാണെന്ന് അറിയാൻ കഴിയാത്ത, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഇന്ന് ഉഴലുന്ന എൻ്റെ വീണ്ടെടുപ്പുകാരനെ അറിയാത്ത കുറേ മനുഷ്യരുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ലോകം മുഴുവൻ വീണ്ടെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ നമ്മൾ അയക്കുന്നിടത്തേക്ക് പോകാൻ നമ്മൾ തയ്യാറായാൽ അസാധാരണമായ പ്രവൃത്തികൾ, അസാധാരണമായ ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. നമ്മളുടെ ദൈവം ചില മേഖലകളെ തുറക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പൽക്കാലം നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ സഹായിക്കണമേ. ഫിലിപ്പോസ് എന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കൾ പ്രവാചകിമാരായിരുന്നു വായിക്കുന്നു, അല്ലേ? അനുസരിക്കുന്ന, ആത്മാവിനനുസരിക്കുന്ന ആ മനുഷ്യൻ്റെ 3 പെൺമക്കളും പ്രവാചകിമാരായിരുന്നു. കുടുംബമായിട്ട് കർത്താവിനോട് നിൽക്കാൻ മനസ്സുള്ള ഒരു കുടുംബം.